Good morning. Good morning, ma'am. Good morning. Good morning, miss. Good morning. എങ്ങനെയുണ്ട് മഴയുണ്ടോ നാട്ടില്? നല്ല മഴയാ മാം. നല്ല മഴയാണ്. ഫുഡ് കഴിച്ച എല്ലാവരും? Yes, ma'am. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു 6 സ്റ്റെപ്പ് വരെയാണ് അല്ലെ? ഓക്കെ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ഓൾഡ് വൺ റീഡിസൈൻ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പിനെ കുറിച്ച് ആ 6 സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചത്. ഓർക്കുന്നുണ്ടോ 6 സ്റ്റെപ്പ്? ആർക്ക് പറയാൻ പറ്റും 6 സ്റ്റെപ്പുകൾ? ആരെങ്കിലും ഒരാള് പറഞ്ഞു നോക്കി. ഓർമ്മയില്ല ആർക്കും? ഒരാളൊന്ന് പറഞ്ഞേ. മാം, ഫസ്റ്റത്തത് കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അതിൻ്റെത് എനിക്ക് കിട്ടിയിരുന്നില്ല റേഞ്ച് പ്രോബ്ലം കൊണ്ട്. സെക്കൻഡ് തൊട്ടിട്ട് ഞാൻ പറയാം. സ്ക്രീനിങ് ഫസ്റ്റ് വരുന്നത് കമ്പനിക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് നോക്കി വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. രണ്ടാമത് പ്രൊഡക്റ്റ് സക്സസ് ഉണ്ടാവുമോ എന്ന് കൂടി നോക്കിയിട്ട് വേണം. അത് കുറെ സെയിൽ ആവോ അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവോ നോക്കണം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ. പിന്നെ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യണോ അല്ലെ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ക്വാളിറ്റി. ക്വാളിറ്റി നോക്കാം. പിന്നെ റോ മെറ്റീരിയൽസ് നോക്കണം. പിന്നെ കപ്പാബിലിറ്റി, കമ്പനിക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ, കമ്പനിക്ക് കഴിവുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് അനലൈസിസ്. ബിസിനസ് അനാലിസിസ് അല്ലെ? ഓക്കെ, വിറ്റഴിഞ്ഞ് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു ഗ്രോത്ത് റേറ്റും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും നമ്മൾ നോക്കണം. പിന്നെ നാലാമത്തെ ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഫീഡ്ബാക്ക് അനുസരിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റും. ഇനി ടെസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെ? അതും ചെറിയ ചെറിയ സാമ്പിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഇറക്കുന്നത്. പിന്നീട് അത് കസ്റ്റമേഴ്സ് അട്രാക്റ്റീവായി അത് കൂടുതൽ സെയിലായി എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമേഴ്സ്യലൈസേഷനിലോട്ട് മാറും. കൂടുതൽ വാണിജ്യവൽക്കരണം അല്ലെ? എന്താണ് കൂടുതൽ ചെറിയ ചെറിയ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഷാംപൂസിന്റെ ഒക്കെ ചെറിയ ചെറിയ സാമ്പിൾ ആയിരിക്കും ഇറക്കുന്നത്. പിന്നീട് അത് വലിയ ബോട്ടിലുകൾ ആക്കിയിട്ട് പ്രൊഡക്ഷൻ നടത്തി തുടങ്ങും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 6 സ്റ്റെപ്പിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ക്ലിയർ ആക്കി തരുമോ മാം? അത് ഇന്നലെ റേഞ്ചിൽ കട്ടായിട്ട് കിട്ടിയിരുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ഐഡിയ ചിലപ്പോ ഒരു ഇൻഡിവിജ്വലിൽ നിന്നായിരിക്കാം കിട്ടുന്നത് അല്ലെ? നമുക്ക് തന്നെ ആയിരിക്കാം പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ അവരിൽ നിന്നും ഉടലെടുക്കുന്നതാവാം. ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വലിൽ നിന്നാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നാവാം നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയ വരുന്നത്. മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ.
hospital marketing. The hospital marketing functions has been broadly adopted as a way to learn about markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചില്ലേ ഇപ്പൊ എന്താണ്, ഹൈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആഡ്സുകൾ കാണാറുണ്ട് അല്ലെ. പുതിയ പുതിയ ടെക്നോളജി വരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ? ഇല്ലേ? പുതിയ പുതിയ ആഡ്സുകൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളുടെ ആഡ്സുകൾ കാണുമ്പോ എന്താണ്? അതൊരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ് അല്ലെ. പുതിയ പുതിയ ടെക്നോളജി വരുന്നുണ്ട്, പുതിയ പുതിയ സർവീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താണ്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഹോസ്പിറ്റല് ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി അങ്ങനെയുള്ള സർവീസുകൾ, പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യണം? ആദ്യം ഈ ടെക്നോളജി, പുതിയൊരു ടെക്നോളജി ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മളുടെ ഹോസ്പിറ്റലിൽ അത് സക്സസ് ആവോ, ആദ്യം ആ മാർക്കറ്റ് നമ്മൾ ലേൺ ചെയ്യണം അല്ലെ. അതിന്റെ ഫങ്ഷൻസ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഹാസ് ബീൻ ബ്രോഡ്ലി അഡോപ്റ്റഡ്. ഫസ്റ്റ് പറയുന്നത് നോക്കി, ടു ലേൺ അബൌട്ട് ദി മാർക്കറ്റ്. ഇനി ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സർവീസ് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ വരികയാണെങ്കിൽ അത് എന്താണ്, കൂടുതൽ സക്സസ് ഉണ്ടാവുമോ എന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പൊ അതില് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് നടത്തണം അല്ലെ, ഗവേഷണം നടത്തണം. ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവോ. അതുപോലെ ഈ മാർക്കറ്റിലും ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലില് ഈ സർവീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമോ, ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഈ സർവീസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ടു ലേൺ അബൌട്ട് മാർക്കറ്റ്, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ എന്താണ്? അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സഫിഷ്യന്റ് റിസോഴ്സസ് ആരായിരിക്കും? ഇനി ഗസ്, പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അവരെന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യിപ്പിക്കണം. ഇനി എന്താണ്? ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, ഉചിതമായിട്ടുള്ള സർവീസസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലെ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. ഇനി അവരുമായിട്ട്, ആ പേഷ്യൻസുമായിട്ട്, ആർക്കാണ് ഇപ്പൊ കണ്ണ് ഹോസ്പിറ്റലിലെ കണ്ണ് ആശുപത്രിയിൽ എന്തെങ്കിലും സർവീസ് വന്നാല് അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അവിടേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? പലതരത്തിലുള്ള ആഡ്സുകൾ കൊടുത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ടു ലേൺ അബൌട്ട് മാർക്കറ്റ്, അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, ഉചിതമായിട്ടുള്ള സർവീസസുകൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് എന്നുള്ളത് പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ വഴി, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വഴി, റേഡിയോ, ടെലിവിഷൻ അല്ലെ, അങ്ങനെ പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത്തരത്തിലുള്ള ഫങ്ഷൻ ആണ് ആരുടെ ഫങ്ഷൻ ആയിട്ട് പറയുന്നത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഫങ്ഷൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഇനി നോക്കാം, മാർക്കറ്റ് പ്ലാനിങ് ആൻഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 2 സ്റ്റെപ്പാണുള്ളത്, മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഇനി മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ഇവിടെ സ്ക്രീനിൽ കൺസിസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്? 7 പോയിന്റ്സ് ഇല്ലേ എലമെന്റ്സ്? ഓക്കെ, ഓരോന്നും വായിക്കാട്ടോ മിസ്. ഫസ്റ്റ് എലമെന്റ് ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്.
രണ്ടാമത്തേത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, അനലൈസ് റിസർച്ച്. നാലാമത്തേത് നോക്കിയേ ഐഡന്റിഫൈ എ ബഡ്ജറ്റ് ആൻഡ് ദെൻ ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. അങ്ങനെ 7 എലമെന്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്ലാനില് ഉള്ളത്. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, എലമെന്റ്സ് ചോദിക്കാവുന്നതാണ്. ഇനി ഓരോന്നും നമുക്ക് പഠിക്കാം. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. സെറ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിംസ് to achieve over the next 18 to 24 months. Due to swift change happening in the healthcare environment, we do not suggest planning specific activities more than 2 years in advance. അപ്പൊ എന്താണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും ഗോൾ? എന്താണ്? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ, ആ ഗോള് അച്ചീവ് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോഴും എന്തുണ്ട്? ഒരു ഗോൾ ഉണ്ട് അല്ലെ. അതിനൊരു ഗോൾ, ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് അറ്റൈൻ ചെയ്യാൻ അല്ലെ, അറ്റൈൻ ചെയ്യണം. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. ഓക്കെ, ഇനി നോക്കിയേ, സെറ്റ് ട്രൂത്ത്ഫുൾ and measurable aims to achieve over the next 18 to 24 months. 18 to 24 months എന്ന് പറയുമ്പോൾ എന്താണ്? 2 years അല്ലെ, 2 വർഷം അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത്ഫുൾ എന്താണ് മീനിങ്? ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാല് സത്യസന്ധത. അതുപോലെ തന്നെ മെഷറബിൾ. എന്താണ് മെഷറബിൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരിക്കും? അളക്കാൻ പറ്റുന്ന. വെരി ഗുഡ്. അപ്പൊ സത്യസന്ധമായിട്ടും നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഗോള് സെറ്റ് ചെയ്യുമ്പോ എന്തൊക്കെ നോക്കണം? സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ മെഷറബിള്, അളക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം ഗോള് സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ എന്താണ്? 18 to 24 months, 2 വർഷത്തിനുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ ആണോ? ട്രൂത്ത്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ മെഷറബിൾ എയിംസ് കേട്ടോ, സത്യസന്ധമായിട്ടും അളക്കാൻ പറ്റുന്ന രീതിയിലും 2 വർഷത്തിനുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം എന്ത് സെറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഗോള് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല പല ചേഞ്ചസുകൾ വരും അല്ലെ, ഇല്ലേ? ടെക്നോളജീസ്, പുതിയ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എപ്പോഴും ഇങ്ങനെ സ്വിഫ്റ്റ് ആയിട്ട് വേഗത്തില് ചേഞ്ചസ് വരുന്ന ഒന്നാണ് എന്ത്? ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മള് ഒരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് 2 വർഷത്തിനുള്ളില് പ്രാബല്യത്തില് വരാൻ തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്. 2 വർഷത്തിനുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇനി അതിൽ കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോ സെറ്റ് ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് 2 വർഷത്തിനുള്ളില് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കാം. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ ക്ലിനിഷ്യൻ സീൻ ദ പ്രാക്ടീസ് ബൈ 5% within the first 6 months and 10% by the end of the first year. എന്താ പറയുന്നത്? ഇനി നമ്മളൊരു ഹോസ്പിറ്റൽ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി കൊണ്ടുവന്നാല് ഫസ്റ്റ് എന്താണ് 6th മന്തിനുള്ളില് എത്ര പേര് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് അവിടെ വേണം? എത്ര പെർസെന്റേജ് പേഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കണം? 5%. അതുപോലെ തന്നെ എന്താണ് ആ ഫസ്റ്റ് ഇയർ കഴിയുമ്പോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ആവുമ്പോ 10% പേഷ്യൻസിനെ കൂട്ടിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ് എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% വിത്തിൻ ദ 24 months. 2 വർഷം ആകുമ്പോഴേക്കും
30% പേഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ഹോസ്പിറ്റൽ സർവീസ് ആണ്. എന്നിരുന്നാൽ കൂടിയും അവരെന്താണ്, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ എന്താണ്, 6 മാസത്തിനുള്ളിൽ ഇത്ര പെർസെന്റേജ് കൂടും, 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത്ര പെർസെന്റേജ് കൂടും അല്ലെ. മതത്തിനെക്കാട്ടിലും ഇത്ര പെർസെന്റേജ് ഡെവലപ്പ് ആയി കഴിഞ്ഞാല് അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടും. ഇനി 2 വർഷത്തിനുള്ളിൽ 30% പേഷ്യൻസ് കൂടി കഴിഞ്ഞാലോ അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, എക്സാമ്പിൾ ക്ലിയർ ആണോ? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്ക രീതിയിൽ വേണം ഗോൾസ് സെറ്റ് ചെയ്യാൻ. അത്രമാത്രം മനസ്സിലാക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എലമെന്റ്സ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റ്സ് എത്ര എണ്ണമാണ്, അതുപോലെ തന്നെ ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. അതൊന്ന് നോക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് അടുത്ത വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിംഗ്, recording and examining data and information. എന്താ പറയുന്നത്? നമ്മള് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ് ആണ് അല്ലെ. അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കാതെ അത് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവോ, മാർക്കറ്റ് ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ മാർക്കറ്റ് റിസർച്ച് ഒരു പുതിയൊരു സേവനം തുടങ്ങുന്ന സമയത്ത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർ സേവനമാണ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ പുതിയൊരു സേവനം തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിംഗ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. എന്താ പറയുന്നത്? ഒരു പ്രോസസ് ആണ് അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ കളക്ട് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് എക്സാമിനിങ് ചെയ്ത് ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് ഇസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിംഗ്, recording and examining data and information. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിരീക്ഷിച്ചല്ലേ, എക്സാമിനിങ് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നതിനെയാണ് നമ്മള് മാർക്കറ്റ് റിസർച്ച് എന്ന് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ്? about consumers, ഒരു കോമന്റ് ഇല്ല, കൺസ്യൂമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. എന്താണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ കൺസ്യൂമേഴ്സിനെ, അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, മാർക്കറ്റ് എന്നിവയെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കസ്റ്റമേഴ്സ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളെ നോക്കി നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ്? it can be used to decide with the proportion of the population will buy a product or service based on the variables such as age, gender, location and income level. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഒരു കണ്ണാശുപത്രി തന്നെ ഒരു പുതിയ സർവീസ് തുടങ്ങുകയാണെങ്കിൽ ഭൂരിഭാഗവും ഈ എത്ര തൊട്ട് എത്ര ഏജ് വരെയുള്ള ആൾക്കാരാണ് വരാറ്? അറിയാൻ പറ്റോ?
നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പുതിയ സേവനം തുടങ്ങുമ്പോൾ നമ്മളൊരു സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം അല്ലെ. ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ സർവീസ് മുന്നോട്ട് വെക്കാൻ. ഇപ്പൊ നാം പറഞ്ഞില്ലേ എന്താണ് ഈ ഫേസ് ക്രീം ആണെങ്കിൽ ലേഡീസ് ആയിരിക്കും, ഏജ്ഡ് പീപ്പിൾസ് ആയിരിക്കും അല്ലെ വരുന്നത്. നമ്മൾ പറഞ്ഞു കണ്ണാശുപത്രിയിലൊക്കെ പുതിയൊരു സർവീസ്, പുതിയൊരു ടെക്നോളജി ഒക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവര് ഏജുള്ള ആൾക്കാരെ അല്ലെ, എന്താണ് ഒരു 30 തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ടല്ലേ കണ്ണട വെക്കാനായിട്ടൊക്കെ. പക്ഷെ അവര് മുന്നിൽ കാണുന്നത് എന്താണ്, ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ജനങ്ങള് അല്ലെങ്കിൽ പേഷ്യൻസിനെയാണ് അല്ലെ. ഓക്കെ, കൂടുതലും അവര് നോക്കിക്കാണുന്നത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നോക്കി അവരുടെ ഏജ്, അതുപോലെ തന്നെ ജെൻഡർ, ലൊക്കേഷൻ, ഇൻകം ലെവൽ എങ്ങനെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം കസ്റ്റമറെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പൊ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റ്, ഈ 3 കാര്യങ്ങളും ഏതൊരു സേവനമായാലും ഏതൊരു ടെക്നോളജി ആയാലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാർക്കറ്റ് റിസർച്ച് ഇസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. 2 തരത്തിലുണ്ട് മാർക്കറ്റ് റിസർച്ച്, പ്രൈമറിയും ഉണ്ട് സെക്കൻഡറിയും ഉണ്ട്. ഇനി നോക്കിയേ, പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് testing like survey, field test, interview or observation. Underline ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്? സർവേ അല്ലെ, സർവേ, ഫീൽഡ് ടെസ്റ്റ് അറിയാലോ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, അതുപോലെ ഒബ്സർവേഷൻ, നിരീക്ഷണം, ഇതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ ഉൾപ്പെടുന്നവ. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞ ആ ഡെഫിനിഷൻ നോക്കാം. അതുപോലെ മാർക്കറ്റ് റിസർച്ച് ഇസ് നോർമലി പ്രൈമറി ആൻഡ് സെക്കൻഡറി, 2 തരത്തിലാണ് ഉള്ളത് പഠിച്ചു നമ്മള്. പ്രൈമറി മാർക്കറ്റ് റിസർച്ചും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചും ഉണ്ട്. ഇനി പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർമ്മയിൽ വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ചും അതുപോലെ സെറ്റിംഗ് എ ഗോളും. ഓക്കെ, സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണോ? സെറ്റ് ഗോളും മാർക്കറ്റ് റിസർച്ചും.
ഏതാണ് വരുന്നത്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആണ് അനലൈസ് ദ റിസർച്ച്. Examining the raw data, we gather and brief it into meaningful findings that will be the basis for deciding which marketing strategies make the most sense and will get the best result of for your practice. എന്താ പറയുന്നത്? Examining the raw data, we gather and brief it into meaningful findings that will be the basis for deciding which marketing strategy make the most sense and will get the best result for your practice. നമുക്ക് എന്താണ് മാർക്കറ്റ് റിസർച്ച് നടത്തിയില്ലേ നമ്മള്, അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തി അല്ലേ? റിസൾട്ടിലേക്ക് എത്തി. അപ്പൊ പലരുടെയും നമുക്കറിയാം, സർവേ നടത്തുമ്പോഴും അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ച് ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് പലരുടെയും പല അഭിപ്രായങ്ങളാണ് അല്ലെ? ഹ്യൂമൻ ബീങ്സ് ആർ എന്താണ് ഡിഫറൻസ് ആണ് അല്ലെ? പല ഇൻഡിവിജ്വൽസ് ആണ്, പലതരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങള് ഡിഫറെന്റ് ആണ്. ഓക്കെ, പലരിൽ നിന്നും പല അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ഫൈൻഡിങ്സിലോട്ട് എത്തുന്നു. ഇനി ആ ഫൈൻഡിങ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചല്ലേ? ഓർക്കുന്നുണ്ടോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് തന്ത്രങ്ങള്? മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഓർക്കുന്നുണ്ടാ? മറിച്ചു നോക്കുന്നുണ്ടാവും പലരും. ഇപ്പോ ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? 4 പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. പ്രൈസിംഗ് സ്ട്രാറ്റജി, പ്ലേസ് പ്രൊഡക്റ്റ്, പ്രമോഷൻ സ്ട്രാറ്റജി, അങ്ങനെ 4 സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിരുന്നു. ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് മാർക്കറ്റില് നമ്മൾ സക്സസ് ആവാ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. മനസ്സിലായോ? അനലൈസ് ദ റിസർച്ചിൽ പറയുന്നത് മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് നമ്മള് പലരുടെയും അഭിപ്രായങ്ങള് അല്ലെ? മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ നോക്കി ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് എത്തി. പലരുടെയും അഭിപ്രായങ്ങൾ എന്താണ്? വ്യത്യാസങ്ങളാണ് അല്ലെ? ആ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ഫൈൻഡിങ്സിലോട്ട്, ഒരു കണ്ടെത്തലിലോട്ട് നമ്മൾ എത്തി. ആ കണ്ടെത്തലില് എന്ത് ചെയ്തു? ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ്? 4 സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്, പ്രൊഡക്റ്റ്. അപ്പോ ഏത് സ്ട്രാറ്റജി, ഈ 4ലും ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് മാർക്കറ്റില് സക്സസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മള് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഫൈൻഡിങ്സിലെത്തി. ആ ഫൈൻഡിങ്സില് നമ്മൾ ഏത് മാർക്കറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് മാർക്കറ്റിൽ സക്സസ് ആവാം എന്നുള്ളത് നോക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടേ. സയൻസ് ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ റിസർച്ച് വിൽ ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ആൻഡ് നീഡ്സ് ഓഫ് യുവർ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യന്റ് ആൻഡ് വിൽ ഹെൽപ്പ് യു എക്സ്പ്ലെയിനിങ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. എന്താ പറയുന്നത്? ഇനി ഈ നമ്മുടെ ഏത് ടാർഗറ്റ് ഓഡിയൻസ് ഏതെന്ന് നമ്മൾ ഈ അനാലിസിസ് വഴി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതെങ്കിൽ അതില് ഏതാണ് ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഓഡിയൻസ് ആണ്, നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം ടു ലുക്ക് ബാക്ക് അറ്റ് ദ ഗോൾസ് യു ഹാവ് ചൂസൺ.
ഇനി എന്താണ് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കറക്റ്റ് ടൈം ആണെന്ന്, നമ്മൾ ആ ഗോള് എന്താണ് കറക്റ്റ് ആയിട്ട് സക്സസ് ആവോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഒരു തിരിഞ്ഞു നോട്ടം എന്ന് പറയാൻ പറ്റും നമുക്ക്. അത് ഗോള് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. Based on your research findings, you may need to change some of your goals. ഇനി എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. എന്ത് ബേസ് ചെയ്തുകൊണ്ട്? ഈ ഫൈൻഡിങ്സ്, റിസർച്ച് ഫൈൻഡിങ്സ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ചെറിയ ക്വസ്റ്റ്യൻസ്, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. നോക്കാം നമുക്ക്. It helps to analyze some key questions. What are the similarity and dissimilarity between your practice and your competitors? നമുക്കറിയാം, നമ്മളൊരു പുതിയ സർവീസ്, ഒരു പുതിയ ടെക്നോളജി നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് കോമ്പറ്റീറ്റേഴ്സ് വരും അല്ലെ? ഇല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോഴും നമുക്ക് നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോ കോമ്പറ്റീറ്റേഴ്സിന്റെയും നമ്മളുടെയും സിമിലാരിറ്റി എന്താണ്, ഡിസിമിലാരിറ്റി എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്? നമ്മളെ അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യസ്തരാക്കുന്നത്? ഓക്കെ, നമ്മളെ അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യസ്തരാക്കുന്നത്? ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസൈറബിൾ ദെൻ യുവർ കോമ്പറ്റീറ്റേഴ്സ്? എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നമ്മളാണ് ഉയർന്നു നിൽക്കുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. ഡു യുവർ പ്രോമിസ് ദ ബ്രോഡർ സ്കോപ്പ് സർവീസ് ദാൻ ദ കോമ്പറ്റീഷൻ? ഇനി എന്താണ്, അവര് നൽകുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള സർവീസ് ആണോ നമ്മൾ കൊടുക്കുന്നത്? Is there a service you provide that no one else in the community presently offers? ആരും നൽകാത്ത രീതിയിലുള്ള സേവനമാണോ നമ്മൾ നൽകുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ ഗോൾസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എന്താണ് ആ ടെക്നോളജി അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം, ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. മാർക്കറ്റ് റിസർച്ച് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ മാർക്കറ്റ് റിസർച്ചിൽ ആ പ്രോസസ്സ്, മാർക്കറ്റ് റിസർച്ച് ഈസ് എ പ്രോസസ് ആ ഡെഫിനേഷൻ വായിച്ച് പഠിക്കണം. അതുപോലെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചും സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചും എന്താണ്, ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇത് എന്താണ് അനലൈസ് ദ റിസർച്ചിൽ എന്താണ് നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ നിന്നും കണ്ടെത്തിയ ആ ഇൻഫർമേഷൻസ്, പലരുടെയും പല അഭിപ്രായങ്ങളായിരിക്കും. അതെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ട് ഒരു ഫൈൻഡിങ്സിലെത്തി. ആ ഫൈൻഡിങ്സിൽ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് മാർക്കറ്റിൽ സക്സസ് ആവുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇത്രയും മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആയോ? അനലൈസ് ദ റിസർച്ചിൽ വരുന്നത് അത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഏതാ ശ്രീലക്ഷ്മി പറയേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണോ? അനലൈസ് ദ റിസർച്ച് ആണോ? ഒന്നുകൂടിയും പറയണോ പോയിന്റ്സ്? ഓക്കെ, മാർക്കറ്റ് റിസർച്ച് ആണോ പറയേണ്ടത്? ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യമാണോ പറയേണ്ടത്? ഓക്കെ, ക്വസ്റ്റ്യൻസ് വരുന്നത് മാർക്കറ്റ് റിസർച്ച് എന്താണ്? ആ ഫസ്റ്റ് പോയിന്റ്, മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, recording and examining data and information. അത് പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് ഇസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി, രണ്ട് തരത്തിലുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്? സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. അത്രയും മാത്രം
കണ്ടക്ട് മാർക്കറ്റ് റിസർച്ചിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അനലൈസ് ദ റിസർച്ച്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി ജസ്റ്റ് നോക്കിയേ, അടുത്തത് നോക്കാം. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ എന്താണെന്നുള്ളത്. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാലോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ മനസ്സിലാവില്ല. മനസ്സിലായോ എന്താണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്? നോക്കാം. ടാർഗറ്റ് ഓഡിയൻസ് might consist of patients of the certain age, gender, location, by type of or patients with certain clinical requirements. Example, if we want to treat young athletes, we might consider giving talk on sports safety and first aid tips. Okay, first aid tips to coaches and athletes at the local high school and colleges and YMCAs. YMCAs എന്ന് പറഞ്ഞാല് യൂത്ത് ഓർഗനൈസേഷൻസ് ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഹോസ്പിറ്റലിൽ ഇറക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ്, ഏജ് എത്ര ഏജ് തൊട്ട് എത്ര ഏജ് വരെയുള്ള എന്താണ് പേഷ്യൻസിനെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ജെൻഡർ, അതുപോലെ ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. അതാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പൊ എന്താണ്, പാരസെറ്റാമോൾ ഒരു കമ്പനി ഇറക്കുകയാണെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? ബേബീസിനെയാണ് അല്ലെ. അതുപോലെ ഫേസ് ക്രീം ആണെങ്കിൽ എന്താണ്, വുമൻസിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ കണ്ണ് ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ പുതിയൊരു ടെക്നോളജി ഇറക്കുമ്പോ എന്താണ് ഏത് തരത്തിലുള്ളതാണ്, ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിള് നോക്കിക്കോളൂ. എന്താണ്, യങ് അത്ലറ്റ്സ്. അത്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത്ലറ്റ്സ് സ്പോർട്സ് താരങ്ങളല്ലേ, ആണോ? സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ. ഓക്കെ, അപ്പോ അവർക്ക് എന്താണ് നല്ലൊരു സേഫ്റ്റി, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുമായിട്ട് ബന്ധപ്പെട്ട കോച്ചുകളോട് ചേർന്ന് അവരോട് സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ചോദിച്ച് മനസ്സിലാക്കി ആയിട്ടാണ് നൽകുന്നത്. അതാണ് അവിടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ പറഞ്ഞു അവരുടെ ഏജ് അല്ലെ. നമ്മളൊരു ടെക്നോളജി ഇറക്കുമ്പോ നമ്മൾ പറഞ്ഞില്ലേ, കണ്ണാശുപത്രിയിൽ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ഏജ് ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യും. YMCA എന്ന് പറഞ്ഞാൽ യൂത്ത് ഓർഗനൈസേഷൻ. അതൊന്നും ചോദിക്കില്ല കേട്ടോ, ചോദിച്ചു കണ്ടിട്ടില്ല, ഇമ്പോർട്ടന്റ് അല്ല അത്ര. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കാം. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസിൽ എന്താണ്, നമ്മളിപ്പോ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോ അല്ലെങ്കിൽ ഒരു പുതിയ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ്, ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. പാരസെറ്റാമോൾ ഇറക്കുമ്പോ എന്താണ്, ഒരു ബേബീസിനെയാ അല്ലെ, കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പാരസെറ്റാമോൾ സിറപ്പ് ഇറക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഹിമാലയയുടെ ബേബി പൗഡർ ഇറക്കുമ്പോ എന്താണ്, ആ കുഞ്ഞു കുട്ടികളെയാണ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഫേസ് ക്രീം ആണെങ്കിൽ വുമൻസിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാണ്? വുമൻസ് ആണ്. അതുപോലെ ഇപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ സർവീസ് ഇറക്കുമ്പോ അവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കും?
പേഷ്യൻസ് ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കണ്ണാശുപത്രിയിൽ നമ്മളൊരു സർവീസ്, ഒരു ടെക്നോളജി ഇറക്കുമ്പോൾ അവരെ എന്താണ് ഒരു പ്രായമായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന്? ഓക്കെ, എത്ര മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് നമ്മൾ ഇറക്കുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള എന്താണ് ഒരു ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ? ബഡ്ജറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. നമ്മളൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. നോക്കാം. എക്സാമൈനിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കം അപ്പ് വിത്ത് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഇനി എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നോക്കണം അല്ലെ. ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വലിയ രീതിയിൽ എന്താണ് ഒരു സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ചെലവ് വരും അല്ലെ. അപ്പൊ അത്രയും രൂപ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ മുടക്കാനില്ലെങ്കിൽ അതെന്താണ് സക്സസ് ആവോ? ഇല്ല. അല്ലെങ്കിൽ ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് നോക്കി അത് ഇവാലുവേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മളിപ്പോ ഒരു വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് നോക്കിയിട്ടില്ലേ നമ്മൾ വാങ്ങിക്കാറ് അല്ലെ. നമ്മൾക്ക് എത്ര ക്യാഷ് ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ അതിൽ ഒതുങ്ങി ജീവിക്കാനായിട്ട് നമ്മൾ നോക്കില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് അതിന്റെ ആ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ട് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്സ് വിൽ ബി different by the types of a market practice is in the age of practice, and if the practice has marketed before, there is no standard for how much the practice should take. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ. ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് പ്രാക്ടീസ് ഈസ് ഇൻ. എന്താണ് ഏത് തരത്തിലുള്ള സർവീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഏത് തരത്തിലുള്ള ടെക്നോളജിയാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി എന്താണ് ദ ഏജ് ഓഫ് എ പ്രാക്ടീസ്. ഇനി അത് എത്ര ഇയർ പരിചയം ഉണ്ടാവും അല്ലെ. എത്ര ഇയർ പരിചയമുണ്ട് ആ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ചിലപ്പോ ഓൾറെഡി ഉള്ള സർവീസ് ആയിരിക്കും, എന്തെങ്കിലും മാറ്റം വരുത്തി പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ. അപ്പോ സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര സർവീസ് അല്ലെങ്കിൽ എത്ര ഇയർ പരിചയമുണ്ട് എന്നുള്ളത് നോക്കണം. ഇനി എന്താണ് ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ. ഇതിനു മുൻപ് ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് മുൻ പരിചയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ് ഏത് തരത്തിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഏജ് ഓഫ് പ്രാക്ടീസ് അല്ലെ, എത്ര ഇയർ പരിചയമുണ്ട്. And if the practice has been marketed before. ഇതിനു മുൻപ് ഈ സർവീസുമായിട്ട് മുൻ പരിചയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു എന്താണ് ഒരു ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്കറിയില്ല എത്ര ലേബേഴ്സ് വേണ്ടി വരും, എത്ര റോ മെറ്റീരിയൽസ് വേണ്ടി വരും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ പൈസ എനിക്ക് ചെലവ് വരും അല്ലെ. ഇനി 2-3 വർഷം എനിക്ക് എന്താണ് അതിന് മുൻപരിചയം ഉണ്ടെങ്കിൽ എനിക്കറിയാം ഈ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇറക്കുമ്പോൾ ഇത്ര രൂപ ചെലവ് വരും എന്നുള്ളത് ഇല്ലേ, അറിയാൻ പറ്റില്ലേ. അതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. പുതിയതായിട്ട് നമ്മളൊരു സർവീസ് തുടങ്ങുമ്പോഴും
മുൻപരിചയം ഉണ്ടെങ്കിലും അതിനെന്താണ് ഡിഫറൻസ് ഉണ്ട്. There is no standard for how much the practice should take. എന്താണ് ഇത്ര രൂപയ്ക്കുള്ളിൽ എന്ന ഫിക്സഡ് മാനദണ്ഡം നമുക്ക് വെക്കാൻ പറ്റില്ല. പുതിയ സർവീസ് തുടങ്ങുമ്പോൾ എന്താണ് ഇത്ര രൂപയാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ചെയ്തു വരുമ്പോ എന്താണ് അതിൽ കൂടുതൽ പൈസയാവാം അല്ലെ. ഇനി മുൻപരിചയം ഉള്ളൊരു വ്യക്തിയാണെങ്കിലോ ആ വ്യക്തിക്ക് ചെറുതായിട്ടൊക്കെ അറിയാൻ പറ്റും ഇത്ര രൂപ വരും, അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റ് തയ്യാറാക്കാം, ഇത്ര സാധനങ്ങള്, ഇത്ര ലേബേഴ്സ്, ഇത്ര അവൈലബിലിറ്റി അല്ലെ, റോ മെറ്റീരിയൽസ് ഇത്ര ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഇത്ര റിസോഴ്സസിന് ഇത്ര ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലേബർ ചാർജസുകൾ ഇത്രയായിട്ട് വരുന്നുണ്ടെന്ന് അയാൾക്ക് മുൻപരിചയം ഉള്ളത് കൊണ്ട് എന്താണ് അങ്ങനെയുള്ള ബഡ്ജറ്റ് അയാൾക്ക് എന്താണ് തയ്യാറാക്കാൻ പറ്റും. കാരണം മനസ്സിലായോ? രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? ഇത്ര രൂപയ്ക്കുള്ളിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് എന്താണ് അത് ഫിക്സഡ് ആക്കി വെക്കാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല. കാരണം എന്താണ് പുതിയ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റില്ല എത്ര രൂപ ചെലവ് വരും എന്നുള്ളത്. അത് ചെയ്ത് നടത്തി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഇനി മുൻപരിചയമുള്ള വ്യക്തിക്കാണെങ്കിലോ അത് നമുക്ക് അയാൾക്ക് അറിയാൻ പറ്റും ഇത്ര രൂപയൊക്കെ ചെലവ് വരുന്നുള്ളത്. ക്ലിയർ ആയില്ലേ? If the practice is new, we can hope to spend 10% or more for your annual gross income the first year you carry out the plan. എന്താണ് ഏതൊരു ബിസിനസ് ഉണ്ടായാലും ആദ്യം ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം കുറച്ച് പണം നമ്മൾ ചെലവാക്കേണ്ടി വരില്ലേ? നമ്മളുടെ ആനുവൽ ടോട്ടൽ ആയിട്ടുള്ള ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഒരു 10% നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ്സിലോട് നമ്മൾ ഇറക്കേണ്ടി വരും ഇല്ലേ? ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്ന് ഒരു 10% നമ്മൾ ഇറക്കേണ്ടി വരില്ലേ? ഇല്ലേ? അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്ന് നമ്മുടെ ആനുവൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് 10% ഇറക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങളാണ് ഡിറ്റർമൈനിങ് ദ ബഡ്ജറ്റിൽ പറയുന്നത് കേട്ടോ. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓരോ പുതിയ ഒരു പ്രൊഡക്റ്റ് പ്ലാനും അനുസരിച്ചിട്ട് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൂടി നോക്കാട്ടോ നമുക്ക്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഡിറ്റർമൈനിങ് എ ബഡ്ജറ്റില് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉള്ള കാര്യങ്ങള് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി അറിയാലോ? എന്താണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല്? എന്താണ് സ്ട്രാറ്റജി? വെരി ഗുഡ്, തന്ത്രങ്ങൾ അല്ലെ. ഇനി നമ്മള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ നോക്കിയേ. Provide patient satisfaction training session to staff. Patient satisfaction വരുത്താൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ചില സ്റ്റാഫുകൾക്ക് എന്താണ് പേഷ്യൻസ് ഇപ്പോ ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോ ദേഷ്യം തോന്നാം അല്ലെ. ചിലപ്പോ എന്താണ് കൂളായിട്ട് സംസാരിക്കാനുള്ള സ്റ്റാഫുകൾ ഉണ്ടാവാം. ചിലപ്പോ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല, അറിയാത്തവരുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കണം? സ്റ്റാഫ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എന്താണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പേഷ്യൻസിനോടായാലും അതുപോലെ കൂളായിട്ട് സംസാരിക്കുന്ന പേഷ്യൻസിനോടായാലും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കഴിയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഇനി സെക്കൻഡ് എന്താ പറയുന്നത്? ഡെവലപ്പ് പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് വെബ്സൈറ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ നീഡ് ടു telephone
the office for an appointment. നമുക്കറിയാം ഇപ്പോ അപ്പോയിന്റ്മെന്റ് ഒക്കെ തന്നെ ഇപ്പോ പേഷ്യൻസിനൊക്കെ ചെയ്യാൻ പറ്റും ഇല്ലേ, ഷെഡ്യൂളിങ് ചെയ്യാൻ പറ്റില്ലേ സെൽഫായിട്ട് അല്ലെ, അവന് ഇഷ്ടപ്പെട്ട ഡോക്ടറെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഡേ അല്ലെ, തിങ്കളാഴ്ച ആവാം അല്ലെങ്കിൽ ബുധനാഴ്ച ആയിരിക്കാം കാണാൻ ഇഷ്ടം, അപ്പൊ ബുധനാഴ്ച അവന് ബുക്ക് ചെയ്യാം ഏത് ടൈം ഏത് ഡോക്ടറെ എന്നുള്ളത് അവന്റെ ഇഷ്ടമനുസരിച്ച് ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ലേ ഇല്ലേ. അങ്ങനെയുള്ള സംവിധാനം രോഗികൾക്ക് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. എന്താണ് ഡെക്കർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. അലങ്കരിക്കുക അല്ലെ, ഡെക്കറേറ്റ് എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, ഡെക്കറേറ്റ് ആണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? റിസപ്ഷൻ റൂം ആണ് അല്ലെ, എൻക്വയറി റിസപ്ഷൻ റൂം ഒക്കെയാണ് ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. പേഷ്യൻസ് കയറി ചെല്ലുമ്പോ ഇങ്ങനെയുള്ള ഈ റിസപ്ഷൻ റൂം അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് അല്ല ക്ലീൻ അല്ലാതൊക്കെ കിടക്കുന്നത് കണ്ടാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കയറി ചെല്ലുമ്പോൾ തന്നെ പേഷ്യൻസ് കാണുന്ന സ്ഥലങ്ങൾ അല്ലെ, റിസപ്ഷൻ ആവാം എൻക്വയറി ആവാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണം. ഇനി എന്താണ്? പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. എന്താണ് നെയിം ടാഗ്? അറിയോ എന്താണ് നെയിം ടാഗ് എന്ന്? ID കാർഡ് ഇല്ലേ, നമുക്ക് സ്കൂളിൽ പോകുമ്പോ ഉണ്ടാവും, കോളേജിൽ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷനിൽ നമുക്ക് എന്ത് തരും? അവര് നെയിം ടാഗ്സ് തരും അല്ലെ. അതൊക്കെ ഒരു എന്താണ് എക്സിക്യൂട്ടീവ് ലുക്കിന് വേണ്ടിയിട്ട് അവർ തരുന്നതാണ് അല്ലെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ നെയിം ടാഗുകൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യാം. ഇനി കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് ടു ഈച്ച് ന്യൂ പേഷ്യന്റ്. എന്ത് ചെയ്യണം? ഓരോ സ്റ്റാഫിനും ഇപ്പൊ അവിടെ പുതിയതായിട്ട് വരുന്ന ചിലപ്പോ ഇത്തിരി പ്രായമുള്ളവരൊക്കെ കയറി വരുമ്പോ അവർക്ക് റിസപ്ഷൻ എവിടെയാണ് അല്ലെങ്കിൽ ലാബ് എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ്, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റില് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഡോക്ടർ ഇരിക്കുന്ന സ്ഥലമൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? പുതിയതായിട്ട് അങ്ങനെ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോയി ഡോക്ടറുടെ റൂം കാണിച്ചു കൊടുക്കാം, അതുപോലെ ലാബ് കാണിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള ഡിഫറെന്റ് സ്ഥലങ്ങൾ, അവർക്ക് അറിയാത്ത സ്ഥലങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അതാണ് കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് themselves to each new patient. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യൻസ് within 3 days of their appointments. ഇനി ഡിസ്ചാർജ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിനെ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? 3 ഡേയ്സിനുള്ളിൽ കോളിംഗ് ടെലിഫോൺ ഇന്റർവ്യൂ ചെയ്യും സ്റ്റാഫുകൾ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാവാം അങ്ങനെ ടെലിഫോൺ ഫോളോ അപ്സുകൾ അല്ലെ, മരുന്ന് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഹെൽത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും അല്ലെങ്കിൽ എന്താണ് ബാഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ അവര് കോൾ ചെയ്യും. ഇനി ഇങ്ങനെ കോൾ ചെയ്യുമ്പോ എന്താണ്? പേഷ്യൻസിന് മനസ്സിലാവും ഇവര് ഞങ്ങളെ എന്താണ് ഞങ്ങളെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ് ഒരു സംതൃപ്തി കിട്ടില്ലേ അങ്ങനെ വിളിച്ചന്വേഷിക്കുമ്പോ. ഡിസ്ചാർജ് പോയ പേഷ്യൻസ് ആണെങ്കിലും ഒരു സംതൃപ്തി നമുക്ക് കിട്ടാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസ് വേറെ ആളുകളോട് പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഈ ഹോസ്പിറ്റലിലോട്ട് വരുത്താനായിട്ട് അല്ലെ, അതൊക്കെ എന്താണ് ഇവിടെ തന്ത്രങ്ങളാണ്. ഇങ്ങനെ കോൾ ചെയ്യുമ്പോ ഈ പേഷ്യൻസ് മറ്റുള്ളവരോട് പറഞ്ഞ് അപ്പൊ എന്താണ് മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കും ഈ ഹോസ്പിറ്റലിൽ തരുന്ന എന്താണ് സർവീസുകൾ നല്ല ബെറ്റർ സർവീസുകളാണ് അല്ലെ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരും ഈ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഇവിടെ തന്ത്രങ്ങളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത്
പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ അല്ലെ, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിസപ്ഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ചെയ്യാം, ക്ലീൻ ആക്കി വെക്കാം ഓരോ ദിവസവും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നെയിം ടാഗ്സ് കൊടുക്കാം. ന്യൂ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാത്ത ഡിപ്പാർട്ട്മെന്റുകൾ എവിടെയാണ്, ലാബ് എവിടെയാണ്, അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, റിസപ്ഷൻ എവിടെയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡിസ്ചാർജിന് ശേഷം വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ എന്താണ് ടെലിഫോണിക് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ?